പൊയ്യാറമഠത്തിലെ എന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തരുടെ അറിവിലേക്കായിട്ട് ഞാൻ ഇന്ന് അർജന്റായിട്ടൊരു ബിസിനസ് മീറ്റിങ്ങിനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നാളെ കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ എന്നെ ഒരുപാട് പേര്, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫാമിലി ട്രാവലായിട്ടും പോയിരുന്നു. അപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നു, എന്നൊക്കെയാണ് എന്നെ കാണാൻ പറ്റാമെന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അർജന്റായിട്ട് പോകേണ്ടത് കൊണ്ട് ആ സമയത്ത് വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാർ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുക. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ അമാവാസിയാണ് വരുന്നത് ഈ സൺഡേ. അപ്പോൾ നിങ്ങൾക്ക് ശനി ഞായർ ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മുടെ അമാവാസി വരുന്നത്. 11 മണിക്കാണ് ഹോമപൂജ വരുന്നത്. ആ സമയത്ത് എന്തായാലും ഞാനുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാനുള്ളൊരു അവസരമാണ്. ഒരുപാട് ആൾക്കാർ പൊയ്യാറ വിഷ്ണുമായ മഠത്തിൽ വന്ന് എന്നെ നേരിട്ട് കണ്ട് എന്നോട് സംസാരിച്ച് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം അവരുടെ ജീവിതം തിരിച്ചു കിട്ടുകയും അവർ ആത്മഹത്യ ചെയ്യാതെ എൻ്റെ മരണം തന്നെ ഞാൻ മാറ്റിവെച്ചു, ഞാൻ ഇവിടെ വന്നിട്ടൊരു തീരുമാനമെടുക്കാം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഇവിടുത്തെ ഭഗവാൻ ഉണ്ടാക്കിയെന്ന ഒരു സ്പെഷ്യലായിട്ടൊരു എനർജി തന്നെ ഇവിടെ ഉണ്ട് എന്ന് എന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പറയാറുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും എൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ടും ഞാൻ കാണുന്നു. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്തെ, ആ ചൈതന്യത്തെ മറ്റുള്ളവരുടെ ജീവിത വിജയത്തിനായിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. എന്നാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, അത് പണം നോക്കാതെ, അവരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, കളറ് നോക്കാതെ പൊയ്യാറ മഠത്തിലേക്ക് വരുന്ന എല്ലാവരെയും ഒരുപോലെ കാണാനും അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്തുമാവട്ടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൊയ്യാറ വിഷ്ണുമായ മഠത്തിലേക്ക് കടന്നു വരാം. എന്നാൽ കഴിയുന്നത് എന്തായാലും ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും വിജയിക്കട്ടെ. എല്ലാവരും ഇനി വരും കാലങ്ങളിൽ ഏറ്റവും സമ്പന്നരായിട്ട് മാറട്ടെ.